വലിയ മാരത്തോൺ ലൈവുകൾ 2x ഇട്ട ഒറ്റ പ്രാവശ്യം കണ്ടാലും ഈ മൂന്നേ സ്റ്റെപ്സ് ചെയ്താൽ വൃത്തിക്ക് പഠിക്കുകയും ഓർത്തു വെക്കുകയും ചെയ്യാം. ഏതേലും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തത് മൊത്തം പോക്കാം. സ്റ്റെപ്പ് 1, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശ്രദ്ധ പോകാതിരിക്കാനോ മോട്ടിവേഷൻ നല്ലപോലെ കൂടാനും നിങ്ങളെ അധികം ശല്യം ചെയ്യാത്ത പോലെ ഒരു പാട്ട് കേട്ടോണ്ടേ നിങ്ങൾ പഠിക്കാവുള്ളൂ. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത്. അടുത്താണ് ഇതിനു വേണ്ട മെയിൻ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2. ഇങ്ങനത്തെ വലിയ മാരത്തോൺ ക്ലാസ്സുകൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം എന്നാ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ അത് 3 പ്രാവശ്യം കണ്ട എഫക്റ്റ് ഈ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. എങ്ങനെ? നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ റഫ് ബുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞുകൊണ്ട് കൂടെ എഴുതി പോകണം. മാത്സ് ആണെങ്കിൽ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ലൈവ് കാണേണ്ടി വരും, ഒന്നും ഓർത്തിരിക്കത്തുമില്ല. ഈ ലാസ്റ്റ് മെയിൻ സ്റ്റെപ്പ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്റ്റെപ്പ് 3. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആ മാരത്തോൺ വീഡിയോ വീണ്ടും കാണണ്ട. പക്ഷേ പരീക്ഷയുടെ ഒരു ദിവസം മുമ്പ് ഈ മാരത്തോൺ ലൈവിന്റെ കൂടെ ഒരു PDF തരുമല്ലോ, എല്ലാ യൂട്യൂബ് ചാനലും തരും. അതിലെ നോട്ട്സ് ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലെ പോലെ ഒന്നും കൂടെ പഠിക്കണം. മെയിൻ ലൈവ് കാണുന്നതിന് 25% സമയം പോലും എടുക്കത്തില്ല. ഇങ്ങനെ ചെയ്താൽ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പോലും മറക്കത്തില്ല. ഈ ലാസ്റ്റത്തെ മെയിൻ കാര്യം പറയാൻ പോവാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പോരാ, നിങ്ങളുടെ കറക്റ്റ് സമയത്തിനനുസരിച്ച് കൃത്യം ടൈം സെറ്റ് ചെയ്ത് A+ കിട്ടുന്ന വരെയുള്ള A to Z കാര്യങ്ങൾ ഞാൻ വൃത്തിക്ക് കോച്ചിങ് ചെയ്ത് തരാം. ഇതാണ് എന്റെ +2 മാർക്ക് ഷീറ്റ്. പിന്നെ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് മതി തീരുമാനിക്കുന്നത്.